ഗുഡ് മോർണിംഗ്. ഇന്നൊരു അവധി ദിവസമായതുകൊണ്ട് മൊത്തം നേരം അടുക്കള നിൽക്കുന്നില്ല. ഇന്ന് രാവിലത്തെ അത്യാവശ്യം ജോലി ചെയ്ത് മാത്രം ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഇന്ന് കുറച്ച് ക്ലീനിങ്ങും മറ്റു പരിപാടികളുമാണ് പ്ലാനിങ്ങിൽ. അതുകൊണ്ട് തന്നെ രാവിലെ നല്ലൊരു ഹെൽത്തി സ്മൂത്തി അങ്ങോട്ട് കുടിച്ച് നല്ല എനർജി ആയിട്ട് ഞാൻ നിൽക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ട ദോശയും ചമ്മന്തിയും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലീനിങ്, ഇൻഡോർ പ്ലാന്റ്സിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ്. മൊത്തം പൊടിയും അഴുക്കും മാത്രമല്ല, എല്ലാ ഇലകളും വാടി തുടങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെ നല്ല പരിചരണവും കെയറും ഒക്കെ കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം ഇതെല്ലാം ചത്ത പോലെ നിൽക്കുവാണേ. ആകെപ്പാടെ മുരടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ. ഇതിലെ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ട് കുപ്പിയിലെ വെള്ളവും എല്ലാം മാറ്റി കുപ്പികളും എല്ലാം ഒന്ന് തുടച്ചു വെച്ചപ്പോൾ കാണാൻ നല്ലൊരു ചന്തമൊക്കെ തോന്നിയേ. അടുക്കള ജോലി ചെയ്യുന്ന സമയത്ത് മറ്റൊരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല. അത്യാവശ്യം വേണ്ട തൂപ്പും തുടപ്പും ഒക്കെ മാത്രമേ നടക്കുന്നുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാനായിട്ട് എനിക്ക് സമയം കിട്ടുന്നതേ ഇല്ലേ. കുറച്ച് സമയം അഥവാ കിട്ടിയാലോ നന്തൂട്ടനുമായിട്ട് കളിക്കാനായിട്ടിരിക്കണം. ഇപ്പോഴും ആശാൻ ഇവിടെയൊക്കെ കറങ്ങി നടന്ന് ബഹളം വെക്കുന്നുണ്ട്. എങ്കിലും ഞാനൊന്ന് ഇതെങ്കിലും ഒന്ന് ചെയ്തു മാറ്റാം എന്നും കരുതി രണ്ടും കൽപ്പിച്ചിറങ്ങിയേക്കുക. ഇന്നലത്തെ കൂട്ടാനെല്ലാം ഒരു ഇച്ചിരി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് ഏതായാലും ഉച്ചയ്ക്കത്തടം ഇന്നലത്തെ കൂട്ടാനുകൾ കൊണ്ട് ഓടിച്ചുവിടാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെ ക്ലീനിങ് പരിപാടിയിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നി. ഏതായാലും മാറാല കുറേ അടിച്ചു മാറ്റി തുറക്കാത്ത ജനലുകളെല്ലാം ഒന്ന് തുറന്നിട്ടു. പക്ഷേ മഴക്കോളുള്ളത് കൊണ്ട് ഇനി ഉടനെ തന്നെ അടയ്ക്കേണ്ടി വരും. ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കുകയും തുടക്കുകയൊക്കെയാണ്. ഞാൻ തന്നെ PVC പൈപ്പ് കൊണ്ട് ചൂല് കെട്ടി ഉണ്ടാക്കിയ തൂത്തുവാരി കണ്ടിട്ട് മോനും കുഞ്ഞും ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു തൃപ്തി എന്തോ തോന്നാറുണ്ട്. നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ ചെയ്യാറുള്ളത്? പൊടിയടിച്ചു വരാൻ നേരം ഏതായാലും ചേട്ടനെയും അനിയനെയും മുറി കയറ്റി വാതിലടച്ചു. ഇനിയുള്ള ജോലി എളുപ്പം ചെയ്യണം. കാരണം നന്തൂട്ടനെ ഒരുപാട് നേരമൊന്നും ഉണ്ണിക്കുട്ടനെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഇച്ചിരി കഴിയുമ്പോൾ നല്ലൊരു കരച്ചിലും കൊണ്ട് തുടങ്ങും. ഒരാവേശത്തിന് തുടങ്ങി വെച്ചെങ്കിലും നിർത്താൻ പറ്റാത്ത പരുവത്തിലാക്കി കഴിഞ്ഞു ഞാനിപ്പം. ഓരോ വശവും തൂത്ത് വരുമ്പോൾ ഓരോ സാധനങ്ങൾ അടിയിൽ നിന്ന് വരുന്നതായിട്ടാണ് കാണാൻ പറ്റിയത്. ഇതിനും മാത്രം സാധനങ്ങൾ ഈ വീട്ടിലുണ്ടായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോയി. രണ്ടുപേരും കൂടെ ബോറടിക്കുന്നതെന്നും പറഞ്ഞ് വെളിയിൽ ചാടിയിട്ടുണ്ട്. മഴ നല്ലപോലെ പെയ്യുന്നത് കൊണ്ട് അമ്മയ്ക്ക് രണ്ടുപേരെയും മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. രണ്ടിനും വെള്ളത്തിൽ കളിക്കണം എന്നുള്ളൊരു തോന്നലുമായിട്ട് നിൽക്കാൻ തോന്നും. ഇളയതിനേക്കാളും കഷ്ടമാണ് മൂത്തതെന്നുള്ളൊരു അവസ്ഥയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഇനി എളുപ്പം ഒന്ന് തൂത്ത് കഴിഞ്ഞിട്ട് വേണം അതൊന്ന് ജസ്റ്റ് എളുപ്പം ഒന്ന് തുളച്ചും കൂടെ എടുക്കണം. അതുവരെ ഒന്ന് ക്ഷമയോടെ കുഞ്ഞ് മുറ്റത്ത് നിന്നിരുന്നെങ്കിൽ എൻ്റെ ജോലി ഒന്ന് എളുപ്പം തീർക്കാമായിരുന്നു. അങ്ങനെ തൂപ്പെല്ലാം ഒരുമാതിരി ഒതുക്കിയിട്ട് ഞാൻ എല്ലായിടവും ഒന്ന് തുടയ്ക്കുവാണേ. അപ്പോൾ തുടച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അകത്ത് കയറി ആരും ചവിട്ടി ഒന്നുകൂടെ അഴുക്കാക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തായാലും ഞാൻ കുഴഞ്ഞൊരു പരിഭവമായിട്ടുണ്ട്. എന്തിനാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പോയെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുവാണേ. ഏതായാലും ചെയ്ത് ഞാനൊരു പരിഭവമായി ഇതാണ്ട് ഇപ്പോൾ എല്ലാം ഒന്ന് നീറ്റായി എന്ന് വിശ്വസിക്കുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് വന്നൊന്ന് പതുക്കെ കിടക്കാം എന്ന് കരുതിയപ്പോൾ ദാണ്ടടാ ചാടി എഴുന്നേറ്റേക്കുന്നു ഉറങ്ങിയ കുഞ്ഞ്. അപ്പോൾ മണിക്കൂറുകളോളം വൃത്തിയാക്കിയെടുത്തത് ഒരു അരമണിക്കൂറത്തെ വൃത്തിക്ക് വേണ്ടി മാത്രമാണ്. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും രണ്ടുപേരും കൂടെ ഒന്നും കൂടെ തറയെല്ലാം കുളവാക്കും. എന്നാൽ ഇനി എൻ്റെ അടുത്ത അംഗത്തിന് സമയമായി. ഓക്കെ, ബൈ.